ഹലോ നമസ്കാരം. എല്ലാരും എത്തിയോ? ഓക്കെ. എംഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു റീസണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ലെവൽ എക്സാംസിന് ഏതോ ആയിക്കോട്ടെ, ഏത് സെൻട്രൽ ലെവൽ എക്സാം ആയാലും റീസണിംഗിൽ നിന്ന് ചോദിക്കുന്ന ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ എന്താണ് വളരെ സ്മാർട്ടായിട്ട് അത്തരം ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ പ്രധാനമായും ഇന്ന് നോക്കുന്നത് എന്താണ്, ഡയറക്ഷൻസും റാങ്കിങ്ങും ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കൃത്യമായി നോക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആയല്ലോ? റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ഡയറക്ഷൻസ്, ദിശകൾ, ദിക്കുകൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ? ഈ ഡയറക്ഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെൻട്രൽ ലെവൽ എക്സാംസിന് എങ്ങനെയാണോ ചോദിക്കുന്നത് അതിനെ വളരെ സ്മാർട്ടായിട്ട്, വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ഉത്തരങ്ങളിലേക്ക് എത്താവുന്ന വഴികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ഓക്കെ, റെഡിയാണല്ലോ എല്ലാവരും? ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഡയറക്ഷൻസിലേക്ക് കടക്കുകയാണ്. ഡയറക്ഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് നോക്കേണ്ടത്? ഡയറക്ഷൻസ് നോക്കുന്ന എന്താണ്, ഇൻസ്ട്രുമെന്റിനെ പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ? കോമ്പസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? എല്ലാവരും കേട്ടിട്ടില്ലേ? ഓക്കെ, എന്താണ് കോമ്പസ്? നമ്മൾ മലയാളത്തിൽ പറയും എന്താണ്, വടക്കു നോക്കി യന്ത്രം എന്നൊക്കെ പറയില്ലേ അല്ലേ? വടക്കു നോക്കി യന്ത്രം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവരും കോമ്പസ് കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ നോക്കിയേ, ഒരു കോമ്പസിൽ, ഒരു വടക്കു നോക്കി യന്ത്രത്തില് പ്രധാനമായും രണ്ട് തരത്തിലുള്ള പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ, പ്രധാനമായും രണ്ട് തരത്തിലുള്ള പോയിന്റ്സ് ആണുള്ളത്. എന്താണ്? കാർഡിനൽ പോയിന്റ്സ് ആണ് ആദ്യത്തേത്. എന്താണ്? കാർഡിനൽ പോയിന്റ്സ് ആണ് ആദ്യത്തേത്. എന്താണ് ഈ കാർഡിനൽ പോയിന്റ്സ്? നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ ഈ കോമ്പസിൽ, ഈ വടക്കു നോക്കി യന്ത്രത്തിൽ പ്രധാനമായി 4 ദിക്കുകൾ ഉണ്ട് അല്ലേ? കാണുന്നില്ലേ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ 4 പ്രധാനപ്പെട്ട ദിക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാർഡിനൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഓരോ ദിക്കുകളും തൊട്ടടുത്തുള്ള ദിക്കിനേക്കാൾ 90 ഡിഗ്രി, കൃത്യം 90 ഡിഗ്രി മാറിയിട്ടാണുള്ളത്. നിങ്ങൾ നോക്കിയേ, ഈ നോർത്തിൽ നിന്ന് കൃത്യം 90 ഡിഗ്രി മാറിയിട്ടാണ് ഈസ്റ്റ് ഉള്ളത്. ഈ നോർത്തിൽ നിന്ന് കൃത്യം 90 ഡിഗ്രി മാറിയിട്ടാണ് ആരുള്ളത്? വെസ്റ്റ് ഉള്ളത്. ഈ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിൽ നിന്നും കൃത്യം 90 ഡിഗ്രി മാറിയിട്ടാണ് ആരുള്ളത്? സൗത്ത് ഉള്ളത്. ഓക്കെ, നോർത്ത് നമ്മൾ വടക്കെന്ന് പറയും, സൗത്ത് തെക്ക്, ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്. ഈ കാര്യങ്ങളൊക്കെ അറിയാലോ? എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണല്ലേ? ഓക്കെ, എല്ലാവർക്കും അറിയാതെ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇതിനെ ഒരു കോണളവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നോർത്തിന് നമുക്ക് 2 കോണളവ് കൊടുക്കാം അല്ലെ? ഒന്ന് 0 ഡിഗ്രി എന്നും കൊടുക്കാം, പിന്നെ ഒരു തരത്തില് 360 ഡിഗ്രി എന്നും പറയാം. എന്താ 360 ഡിഗ്രി വന്നത്? ഈ 0 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങി ഒരു കംപ്ലീറ്റ് റൗണ്ട് ആവുമ്പോൾ അല്ലെ, ഇവിടെ എത്തുമ്പോഴേക്കും അത് 360 ഡിഗ്രി ആകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് ഇവിടെ കൊടുക്കുന്നത്. കാര്യം വ്യക്തമാണല്ലോ? വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ നോർത്തിൽ നിന്ന് കൃത്യം 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ അല്ലെ? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ക്ലോക്കിൽ സൂചികൾ എങ്ങനെയാണോ തിരിയുന്നത് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ആ ഒരു ദിശയുണ്ടല്ലോ, ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അല്ലെ? ഘടികാര ദിശ എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലെ? ഓക്കെ, അങ്ങനെ 90 ഡിഗ്രി കൃത്യം ക്ലോക്ക് വൈസ് ഡിറക്ഷൻ തിരിഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തും? ഈസ്റ്റിലെത്തും. അവിടെ നിന്ന് വീണ്ടും 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ തിരിഞ്ഞാൽ എവിടെ എത്തും? സൗത്തിലെത്തും. വീണ്ടും 90 ഡിഗ്രി തിരിഞ്ഞാൽ എവിടെ എത്തും? വെസ്റ്റ്. വീണ്ടും തിരിഞ്ഞാൽ വീണ്ടും നോർത്തിലേക്ക് എത്തും. ഈ ഓരോന്നിന്റെയും ആംഗിൾ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഓരോന്നിന്റെയും ആംഗിൾ കൃത്യമായി പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഈ ആംഗിൾ വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആംഗിളും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ 0 ഡിഗ്രി ആണെങ്കിൽ ഈസ്റ്റിന്റെ അവിടെ എത്തുമ്പോൾ എന്തായി 90 ഡിഗ്രി അല്ലെ? പ്ലസ് 90 ഡിഗ്രി ആയി അല്ലെ? വീണ്ടും ഒരു 90 കഴിഞ്ഞപ്പോ ഇവിടെ എത്തി എത്രയായി? 180 ഡിഗ്രി ആയി ഇവിടെ. ഓക്കെ, ഇവിടെയോ? ഇവിടെ 270 ഡിഗ്രി. വെസ്റ്റിന്റെ അവിടെ എത്രയാണ്? 270 ഡിഗ്രി. ഇതൊക്കെ പോസിറ്റീവ് സൈനിലാണ്. 270 ഡിഗ്രി. വീണ്ടും ഒരു 90 ഡിഗ്രി കഴിഞ്ഞാൽ അവിടെ എത്തി 360 ഡിഗ്രി എത്തി. കാര്യം വ്യക്തമാണല്ലോ? ഓക്കെ, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് കാർഡിനൽ പോയിന്റ്സിനെ പറ്റി വൃത്തിയായി പഠിച്ചു കഴിഞ്ഞു.
ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ എന്താണ് സെമി കാർഡിനൽ പോയിന്റ്സ്. സെമി കാർഡിനൽ പോയിന്റ്സ് അതേതൊക്കെ? ഈ സെമി കാർഡിനൽ പോയിന്റ്സ് നിങ്ങൾ നോക്കിയേ, ഈ ഓരോ കാർഡിനൽ പോയിന്റ്സിന്റെയും കൃത്യം നടുവിൽ ഇവിടെ കണ്ടോ, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അങ്ങനെ കൃത്യം നടുവിൽ കാർഡിനൽ പോയിന്റ്സ്, തൊട്ടടുത്ത കാർഡിനൽ പോയിന്റ്സുമായി കൃത്യം 45 ഡിഗ്രി മാറിയിട്ട് ആരുണ്ട്? സെമി കാർഡിനൽ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇവ ഓരോന്നും 45 ഡിഗ്രി വീതം ഓരോ കാർഡിനൽ പോയിന്റ്സിന്റെയും അടുത്ത് നിന്ന് മാറിയിട്ടാണുള്ളത്. ഓക്കെ, നോർത്തിൽ നിന്ന് കൃത്യം 45 ഡിഗ്രി മാറി നോർത്ത് ഈസ്റ്റ്, വീണ്ടും ഒരു 45 കഴിയുമ്പോൾ ആരായി? അടുത്ത കാർഡിനൽ പോയിന്റ് ഈസ്റ്റ് ആയി. അങ്ങനെ 45 ഡിഗ്രി കാർഡിനൽ പോയിന്റ്സ് നിന്ന് മാറിയിട്ടാണ് സെമി കാർഡിനൽ പോയിന്റ്സ് ഉള്ളത്. കാര്യം വ്യക്തമാണല്ലോ. അപ്പൊ സെമി കാർഡിനൽ പോയിന്റ്സ് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കോമ്പസിനെ പറ്റി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെയാണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻസുമായി ബന്ധപ്പെട്ട ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് കൃത്യമായി എങ്ങനെ ഓരോന്ന് ചെയ്യണം നമുക്ക് കൃത്യമായി നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോയാലോ നമുക്ക്? ഓക്കെ, ഞാനൊരു മോഡൽ കാണിച്ചു തരാം ഒരു ക്വസ്റ്റ്യന്റെ. നോക്കൂ, ആരാണ്? മിഥുൻ, ഞാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. മിഥുൻ ഈസ് വാക്കിംഗ് ടുവാർഡ്സ് നോർത്ത്, ടേൺസ് റൈറ്റ്, ടേൺസ് ലെഫ്റ്റ്, ടേൺസ് അഗൈൻ, ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, ടേൺസ് ലെഫ്റ്റ്, അഗൈൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, again turns right. In which direction is Midhun walking now? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ റഫ് ഷീറ്റ് വേഗം എടുക്കും അല്ലെ, എന്നിട്ട് പേനയെടുത്ത് ഓരോന്ന് വരയ്ക്കാൻ തുടങ്ങും അല്ലെ. എന്താ പറഞ്ഞത്? മിഥുൻ ഈസ് വാക്കിംഗ് ടുവാർഡ്സ് നോർത്ത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡയറക്ഷൻസ് ഒന്ന് വരച്ചു വെക്കാം അല്ലെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, NSEW, ഇത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും മാറിപ്പോകുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദിശകളൊന്നും മാറിപ്പോവാൻ പാടില്ല, പക്ഷെ ആർക്കെങ്കിലും മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കാൻ ഒരു വഴിയുണ്ട്. എന്താണ്? ന്യൂസ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, NEWS, ന്യൂസ്. ഓക്കെ, കാര്യം കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. മിഥുൻ ഈസ് വാക്കിംഗ് ടുവാർഡ്സ് നോർത്ത്. നോർത്തിലേക്കാണ് മിഥുൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങുന്നു, നോർത്തിലേക്ക് ആദ്യം നടക്കുന്നു. ഓക്കെ, ടേൺസ് റൈറ്റ്, റൈറ്റിലേക്ക് തിരിഞ്ഞു. ഓക്കെ, ഇനി ടേൺസ് ലെഫ്റ്റ്, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. അഗൈൻ ടേൺസ് ലെഫ്റ്റ്. ഓക്കെ, ടേൺസ് റൈറ്റ്, ടേൺസ് ലെഫ്റ്റ്, അഗൈൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, അഗൈൻ ടേൺസ് റൈറ്റ്. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് മിഥുൻ വാക്കിംഗ് നൗ? ഏതാണ് ഡയറക്ഷൻ? വരച്ചു നോക്കിയപ്പോൾ നമുക്ക് കൃത്യമായി കിട്ടി. ഏതാണ്? നോർത്ത് ആണ് അല്ലെ, നോർത്തിലേക്കാണ് പോകുന്നത്. തുടങ്ങിയത് നോർത്തിൽ നിന്നാണ്, ഇപ്പോൾ പോകുന്നതും ഏതിലേക്കാണ്? നോർത്തിലേക്ക് തന്നെയാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇത് ഓരോന്നും വരച്ച് ഓരോന്നും നോക്കി വരച്ച് പോകുമ്പോഴേക്കും എത്ര സമയം പോയി അല്ലെ. ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. പക്ഷേ ഇനി നിങ്ങൾ ഇത്തരത്തിൽ ഇങ്ങനെ ഡയഗ്രാം വരച്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, ആദ്യം ഈ ഡയറക്ഷൻ ബേസ് ആയിട്ട് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അവസാന ഭാഗത്തേക്ക് ആദ്യം നോക്കണം. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് മിഥുൻ വാക്കിംഗ് നൗ അല്ലെ, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം തന്നത്? മിഥുൻ ഈസ് വാക്കിംഗ് ടുവാർഡ്സ് നോർത്ത്, നോർത്തിലേക്കാണ് പോകുന്നത്. ആ കാര്യം ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. നോർത്തിലേക്കാണ് ആദ്യം പോകുന്നത്. ഓക്കെ, ഇനി ഓരോന്ന് തിരിയുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ആദ്യം എങ്ങോട്ടാ തിരിഞ്ഞത്? റൈറ്റിലേക്കാണ് അല്ലെ, റൈറ്റിലേക്കാണ്. പിന്നെ ലെഫ്റ്റിലേക്കാണ് അല്ലെ, അഗൈൻ ടേൺസ് ലെഫ്റ്റ്, പിന്നെ ലെഫ്റ്റിലേക്കാണ്. ടേൺസ് റൈറ്റ് അല്ലെ, പിന്നെ റൈറ്റിലേക്കാണ്. ടേൺസ് ലെഫ്റ്റ്, പിന്നെ ലെഫ്റ്റിലേക്കാണ്. അഗൈൻ ടേൺസ് ലെഫ്റ്റ്. ഓക്കെ, ടേൺസ് റൈറ്റ്, അഗൈൻ ടേൺസ് റൈറ്റ്. കിട്ടിയല്ലോ. ഇത്രയും തിരിഞ്ഞു കഴിഞ്ഞു അല്ലെ, ഇത്രയും ടേൺസ് നടന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട എളുപ്പ വഴി ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ്, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ ഓരോന്നായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, മനസ്സിലായല്ലോ. ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. നോക്കാം, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ്, ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ്, ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ്, ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ്. മനസ്സിലായോ? അങ്ങനെ എല്ലാം വെട്ടിപ്പോയി കഴിഞ്ഞു അല്ലെ, എല്ലാം വെട്ടിപ്പോയി കഴിഞ്ഞു. മനസ്സിലായല്ലോ. അതായത് അതിനർത്ഥം ആദ്യം എവിടെ നിന്നാണോ തുടങ്ങിയത്
അതേ ദിശയിലേക്കാണ് മിഥുൻ ഇപ്പോഴും നടക്കുന്നത്. കാര്യം വ്യക്തമാണോ? ഇപ്പോഴും നോർത്തിലേക്ക് തന്നെയല്ലേ? എളുപ്പവഴി മനസ്സിലായല്ലോ. എങ്ങോട്ടാണ്? ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ ഓരോന്നായി വെട്ടിക്കഴിയുമ്പോൾ എന്താണോ ബാക്കിയുള്ളത് അതനുസരിച്ച് വേണം ഏത് ദിശയിലേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ. ഇവിടെ എല്ലാം വെട്ടിപ്പോയി കഴിഞ്ഞു. അതിനർത്ഥം ആദ്യം ഏത് ദിശയിലാണോ തുടങ്ങിയത് അതേ ദിശയിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഓപ്ഷൻ എ ഉത്തരം കിട്ടി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൃത്യം 90 ഡിഗ്രി വലത്തോട്ട് തിരിഞ്ഞാണ് ഒരു റൈറ്റ് എന്ന് പറഞ്ഞത്. ഇനി കോണളവിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കും. 45 ഡിഗ്രി വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കൃത്യം 45 തന്നിട്ടുണ്ടല്ലോ. അല്ലാതെ അത് ആ കോണളവ് തരാതെ എത്രയെന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, നോർത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആള് റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായി? ഈസ്റ്റിലേക്കായി അല്ലെ? പ്ലസ് 90 ഡിഗ്രി തിരിഞ്ഞു അല്ലെ? ഇനി നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആള് ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാലോ മൈനസ് 90 ഡിഗ്രി തിരിഞ്ഞു അല്ലെ? മൈനസ് 90 ഡിഗ്രി, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ 90 ഡിഗ്രി തിരിഞ്ഞു, അതായത് വെസ്റ്റിലേക്കായി. കാര്യം മനസ്സിലായല്ലോ, വ്യക്തമായല്ലോ. ഇനി നമ്മൾ ഇങ്ങനെ ആറും എല്ലൊക്കെ പ്രത്യേകിച്ച് എഴുതിയിട്ട് വേണം ചെയ്യാൻ എക്സാമിന്. അതിനൊക്കെ സമയമുണ്ടോ നമുക്ക്? ഇല്ല. നമ്മൾ ചോദ്യം വായിക്കുമ്പോഴേക്കും കുറച്ച് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേക്കും, ഇതിനകത്തൊന്ന് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴേക്കും കൃത്യമായി ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുക എന്താണ് ഏത് ദിശയിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, ഇനി ഓരോന്ന് നോക്കിയാൽ മതി. ഒരു റൈറ്റിന് അടുത്ത ലെഫ്റ്റ് വെട്ടി, ഒരു ലെഫ്റ്റ് അടുത്ത റൈറ്റ് വെട്ടി, ഒരു ലെഫ്റ്റ് ഇവിടെ റൈറ്റ് ഉള്ള റൈറ്റ് വെട്ടി, ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ്, അങ്ങനെ എല്ലാം വെട്ടിപ്പോയി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. അതിനർത്ഥം നോർത്തിലേക്ക് തന്നെയാണ്. ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വളരെ എളുപ്പത്തിൽ കിട്ടും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മൾ പഠിച്ച ആ ഒരു സൂപ്പർ ട്രിക്ക് അല്ലെ, ആ ഷോർട്ട് ട്രിക്കിനെ നമ്മൾ സൂപ്പർ ട്രിക്ക് എന്ന് വിളിക്കുന്നു. ആ സൂപ്പർ ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നു. ഓക്കെ, റൈറ്റും ലെഫ്റ്റും. റൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യം 90 ഡിഗ്രി വലത്തോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നു. ലെഫ്റ്റ് ആണെങ്കിലോ 90 ഡിഗ്രി ഇടത്തോട്ട്, നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇടത്തോട്ട്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നു. റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിലോ 90 അല്ലെ? ഇപ്പൊ നിങ്ങൾ നോക്കിയേ, രണ്ട് റൈറ്റാ വന്നത്, രണ്ട് റൈറ്റ് ബാക്കി വന്നു. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് റൈറ്റ് ബാക്കി വന്നു. എന്താ അതിനർത്ഥം? പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ആണ് തിരിഞ്ഞത്. ഇപ്പൊ നോർത്തിലേക്ക് പോയ ഒരാള് അവസാനം രണ്ട് റൈറ്റ് മാത്രം ബാക്കി വരാണ്. എന്തായി? നോർത്തിൽ നിന്ന് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിഞ്ഞിട്ട് എങ്ങോട്ടായി? സൗത്തിലേക്കായി. മനസ്സിലായോ? ഇനി ലെഫ്റ്റിലേക്ക് രണ്ടെണ്ണാണെങ്കിലോ അതും എന്താണ്? മൈനസ് 90 ഡിഗ്രി വന്നിട്ട് മൈനസ് 180 ഡിഗ്രി വരും. അതിനർത്ഥം നോർത്തിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ എവിടെ എത്തും? കൃത്യം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിഞ്ഞുകൊണ്ട് സൗത്തിലേക്കായി. മനസ്സിലായല്ലോ? കാര്യം വ്യക്തമാണല്ലോ? ഓക്കെ, ഈ കാര്യം വ്യക്തമായിട്ടുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്തു നോക്കാം. ഇത് മുൻപൊരു സെൻട്രൽ ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒന്ന് നോക്കിയേ, വേഗം നോക്കിയേ. വളരെ എളുപ്പമാണ്. നമ്മളിപ്പോ പഠിച്ച ട്രിക്ക് പ്രകാരം വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചെയ്തു നോക്കൂ വേഗം. കിട്ടിയോ? കിട്ടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എന്താണ് കിട്ടിയത്? നിങ്ങൾ നോക്കിയേ. എ മാൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവാർഡ്സ് വെസ്റ്റ്. ഏത് ദിശയിലേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി നമ്മൾ ആദ്യം നോട്ട് ചെയ്യണം. എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ്. മനസ്സിലായല്ലോ? വെസ്റ്റിലേക്കാണ്. ഹി ടേൺഡ് റൈറ്റ്. നമ്മളൊന്ന് ഇതും കൂടി ഒന്ന് വരച്ചു നോക്കാം. ഡയഗ്രാം വരച്ചിട്ട് തന്നെ ചെയ്ത് നോക്കാം അല്ലെ? വെസ്റ്റിലേക്ക് പോയി. ഓക്കെ, ടേൺഡ് റൈറ്റ്. ഓക്കെ, ദെൻ റൈറ്റ് അഗൈൻ, വീണ്ടും വലതുഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു. ഓക്കെ, അടുത്ത് ആൻഡ് ഫൈനലി ടേൺഡ് ലെഫ്റ്റ്. മനസ്സിലായല്ലോ? ടുവാർഡ്സ് വെസ്റ്റ് ആണ് ആദ്യം പോയത്, പിന്നെ ടേൺഡ് റൈറ്റ്, ദെൻ റൈറ്റ് അഗൈൻ ആൻഡ് ഫൈനലി ടേൺഡ് ലെഫ്റ്റ്. മനസ്സിലായല്ലോ? അതായത് ഇപ്പോൾ നോർത്തിലേക്കാണ് പോകുന്നത്. ആദ്യം വെസ്റ്റിലേക്കായിരുന്നു പോയത്, ഇപ്പോൾ നോർത്തിലേക്കാണ് പോകുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി നമ്മുടെ ട്രിക്ക് പ്രകാരം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, വെസ്റ്റിലേക്കാണ് ആണല്ലോ. ഓക്കെ, റൈറ്റ്, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തു. ബാക്കി എന്താണുള്ളത്? ഒരു റൈറ്റ് മാത്രമാണ് അല്ലെ? ഒരു റൈറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെസ്റ്റിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെസ്റ്റ് പ്ലസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലസ് 90 ഡിഗ്രി ആണ്. അതായത് വെസ്റ്റ് പ്ലസ് 90 ഡിഗ്രി. അതെത്രയാണ്? വെസ്റ്റിൽ നിന്ന്
നമ്മളിപ്പോൾ ഡയറക്ഷൻസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. വെസ്റ്റിൽ നിന്ന് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? നോർത്തിലെത്തി. അതായത് നമ്മുടെ ഉത്തരം എത്രയാണ്? നോർത്ത് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? എളുപ്പമല്ലേ ഈ ട്രിക്ക്? ഓക്കെ ആണോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ മോഡൽ തന്നെ നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. നോക്കാം. One evening, Raja started to walk towards the sun. Okay. After walking a while, he turned to his right and again to his right. Okay. After walking a while, he again turned right. Okay. In which direction is he facing? Okay. ഇത് നമുക്കൊന്ന് വരച്ചു നോക്കിയിട്ട് ചെയ്യാം. One evening. ഒരു ഈവനിങ്ങിൽ, ഒരു വൈകുന്നേരം രാജ സ്റ്റാർട്ടഡ് വാക്ക് ടുവാർഡ്സ് സണ്ണ്. വൈകുന്നേരം എവിടെയായിരിക്കും സൺ ഉണ്ടാവുക? വൈകുന്നേരം എവിടെയായിരിക്കും സൂര്യൻ ഉണ്ടാവുക? പടിഞ്ഞാറ് ഭാഗത്തല്ലേ? അതായത് രാജ നടന്നു തുടങ്ങുന്നത് എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ്, പടിഞ്ഞാറിലേക്കാണ്. മനസ്സിലായോ? പടിഞ്ഞാറിലേക്കാണ് നടന്നു. ഓക്കെ, ഇതാണ് വെസ്റ്റ്. ഓക്കെ. ആഫ്റ്റർ വാക്കിംഗ് എ വൈൽ ഹി ടേൺ ടു ഹിസ് റൈറ്റിലേക്ക് തിരിഞ്ഞു. ഓക്കെ, മനസ്സിലായല്ലോ. ആൻഡ് അഗെയിൻ ടു ഹിസ് റൈറ്റ്, വീണ്ടും വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു. മനസ്സിലായല്ലോ. ഓക്കെ. ആഫ്റ്റർ വാക്കിംഗ് എ വൈൽ ഹി അഗെയിൻ ടേൺ ടു റൈറ്റ്, വീണ്ടും റൈറ്റിലേക്ക് തന്നെ തിരിഞ്ഞു. മനസ്സിലായോ? എവിടെ നിന്ന് ആദ്യം തുടങ്ങിയത്? വെസ്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോഴെങ്ങോട്ടാണുള്ളത്? സൗത്തിലാണുള്ളത് അല്ലെ? സൗത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത് അല്ലെ? സൗത്ത് ഡയറക്ഷൻ അല്ലേ ഇത്? താഴേക്ക്. ഓക്കെ, താഴേക്ക് എന്ന് പറയാൻ പാടില്ല, സൗത്ത് ഡയറക്ഷൻ എന്ന് തന്നെ പറയണം. ഓക്കെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇപ്പോൾ എങ്ങോട്ടാണ്? സൗത്തിലേക്കാണ് രാജ നടക്കുന്നത് അല്ലെ? ഇത് നമ്മൾ എങ്ങനെ നമ്മുടെ സൂപ്പർ ട്രിക്ക് ചെയ്യും നോക്കാം. ആദ്യം ടുവാർഡ്സ് സണ്ണ്. അപ്പൊ തന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ് നടക്കുന്നത് അല്ലെ? വെസ്റ്റിലേക്കാണ് നടക്കുന്നത്. ഓക്കെ. ആഫ്റ്റർ വാക്കിംഗ് എ വൈൽ ഹി ടേൺ ടു ഹിസ് റൈറ്റ്. ഒരു റൈറ്റ് കിട്ടി. അഗെയിൻ ടു ഹിസ് റൈറ്റ്, രണ്ട് റൈറ്റ്. ആഫ്റ്റർ വാക്കിംഗ് എ വൈൽ ഹി അഗെയിൻ ടേൺ ടു റൈറ്റ്, വീണ്ടും റൈറ്റേക്ക് അല്ലെ? മൂന്ന് റൈറ്റ് വന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാല് പ്ലസ് 270 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? 270 ഡിഗ്രി അല്ലെ? ആദ്യം എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ്. വെസ്റ്റിലേക്ക് 270 ഡിഗ്രി പ്ലസ് 270 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ 270 ഡിഗ്രി തിരിഞ്ഞിട്ട് എങ്ങോട്ടാണോ, ഏത് ദിശയിലേക്കാണോ, ഏത് ഡയറക്ഷനിലേക്കാണോ നിൽക്കുന്നത്, ആ ദിശയിലാണ് ഇപ്പോൾ രാജ നടക്കുന്നത്. മനസ്സിലായല്ലോ. വെസ്റ്റിൽ നിന്ന് കൃത്യം 180 വന്നു കഴിഞ്ഞാൽ എത്ര എത്തി? കിഴക്കെത്തി അല്ലെ? ഈസ്റ്റ് എത്തി. അവിടെ നിന്ന് ഒരു 90 കൂടി ആകുമ്പോഴേക്കും 270 ഡിഗ്രി. അതായത് ഇപ്പൊ നടക്കുന്ന എങ്ങോട്ടാണ്? സൗത്തിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് 270 കൂട്ടാനൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ശ്രദ്ധിക്കുക. ഒരു റൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഒരു റൈറ്റ് എന്ന് പറയുന്നത് 3 ലെഫ്റ്റിന് ഈക്വൽ ആണ്. ഓക്കെ, അതായത് പ്ലസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് മൈനസ് 270ക്ക് ഈക്വൽ ആണ്. കാര്യം മനസ്സിലായല്ലോ. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 270 ഡിഗ്രി തിരിയുന്നതിന് തുല്യമാണ്. രണ്ടും ഒരേ സ്ഥലത്താണ് എത്തുക. സംശയമുണ്ടോ? നിങ്ങൾ നോക്കിയേ, നോർത്തിൽ നിന്ന് 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈസ്റ്റിലെത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോർത്തിൽ നിന്ന് മൈനസ് 270 ഡിഗ്രിയോ? ഇവിടെ നോക്കിയേ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 270 ഡിഗ്രി എവിടെ എത്തുക? ഈസ്റ്റിലേക്കല്ലേ? അതാണ് അതേ സെയിം പൊസിഷനിൽ തന്നെയാണ്, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനി 2 റൈറ്റ് ആണെങ്കിലോ അത് 2 ലെഫ്റ്റിന് ഈക്വൽ ആണ്. ഇനി 3 റൈറ്റ് ആണെങ്കിലോ 1 ലെഫ്റ്റിന് ഈക്വൽ ആണ്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു വെക്കുക. നമ്മുടെ കാൽക്കുലേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ്. മനസ്സിലായല്ലോ. പ്ലസ് 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് 270 എത്രയാണ്? 3R ആണ് അല്ലെ? 3R ആണ് പ്ലസ് 270 എന്ന് പറഞ്ഞാല് 1 ലെഫ്റ്റിന് ഈക്വൽ ആണ്. വെസ്റ്റിൽ നിന്ന് 1 ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? സൗത്തിലെത്തിയില്ലേ? സൗത്ത് തന്നെയല്ലേ നമ്മുടെ ഉത്തരം അല്ലെ? അതായത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, വെരി ഗുഡ് കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻസ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് ഒരാൾ പോകുന്നു, ഒരു നടക്കുന്നു, അല്ലെങ്കിൽ കാറ് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഡയഗ്രാം പോലും വരയ്ക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് എന്താണ് ചോദ്യം വായിച്ച് തീരുന്ന സമയം കൊണ്ട് ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? റൈറ്റ് ലെഫ്റ്റ് എന്ന രീതിയിൽ, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണോ വരുന്നത് അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ?
മനസ്സിലായോ? ഓക്കെ, വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഓക്കെ, എന്താ പറയുന്നത്? ഗൗരവ് സ്റ്റാർട്ടഡ് വാക്കിംഗ് 30 meter towards north. Okay, then walked 20 meter towards west. Then he walked 30 meter towards south. In which direction and how long distance is he now from the starting point? കാര്യം മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഡയറക്ഷൻ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒന്ന് വരച്ചു നോക്കൂ അല്ലേ? വരച്ചു നോക്കും, സംശയമൊന്നും വേണ്ടല്ലോ, കൃത്യ ഉത്തരം തന്നെ കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, അതിങ്ങനെ തന്നെ വരച്ചു നോക്കാം. ഗൗരവ് 30 meter ടുവാർഡ്സ് നോർത്തിലേക്ക്, വടക്ക് ഭാഗത്തേക്ക് 30 meter ആണ് നടക്കുന്നത്. 30 meter നടന്നു വടക്ക് ഭാഗത്തേക്ക്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി എന്താണ്? then walked 20 meter towards west. വെസ്റ്റിലേക്ക് 20 meter കൂടി നടന്നു. 20 meter ഇവിടെ നടന്നു, കിട്ടിയല്ലോ? ഓക്കെ, then he walked 30 meter towards south. സൗത്തിലേക്ക് 30 meter കൂടി നടന്നു. ഓക്കെ, in which direction and how long distance is he now from the starting point? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇപ്പോൾ ഏത് ദിശയിലാണ്, എത്ര ദൂരം മാറിയിട്ടാണ് ആരുള്ളത്? ഗൗരവ് ഉള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നെ വരച്ചൊന്ന് നോക്കാം അല്ലെ? ഇവിടെ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ താഴെയും 20 meter തന്നെയായിരിക്കും അല്ലെ? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര മാറിയിട്ടാണ്? 20 meter മാറി. എങ്ങോട്ട് മാറി? വെസ്റ്റ് ഭാഗത്തേക്ക് മാറിയിട്ടാണ് ആരുള്ളത്? ഗൗരവ് ഉള്ളത് അല്ലെ? അതായത് 20 meter വെസ്റ്റിലാണ് ഇപ്പോൾ ആരുള്ളത്? ഗൗരവുള്ളത് അല്ലെ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അല്ലെ? ഇത് നമ്മളിങ്ങനെ കുറച്ച് ഇത് വളരെ എളുപ്പമുള്ള ഒരു ഡയഗ്രാം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരച്ച് കിട്ടി അല്ലെ? വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിട്ടി. പക്ഷേ കുറച്ച് വലുതാണെങ്കിലോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഒരു ഡയഗ്രാം പോലും വരയ്ക്കേണ്ട, കൃത്യമായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ആ വഴി നമുക്ക് നോക്കാം, ആ ട്രിക്ക് നമുക്ക് നോക്കാം. സെയിം മോഡൽ തന്നെയാണ്, കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിലേക്കുള്ള ഒരു ട്രിക്കാണ്. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം എങ്ങനെയാണ്. ഗൗരവ് സ്റ്റാർട്ടഡ് വാക്കിംഗ് 30 meter ടുവാർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് 30 meter ആണ് ആര് നടക്കുന്നത്? ഗൗരവ് നടക്കുന്നത്. ആ എൻ നോർത്താണ്, അത് നേരെ എഴുതി. എൻ 30 എന്ന് എഴുതി. 30 meter നോർത്തിലേക്കാണെന്ന് എഴുതി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, then walked 20 meter ടുവാർഡ്സ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് 20 meter കൂടി നടന്നു ഗൗരവ്. ഓക്കെ, കിട്ടി. ഓക്കെ, അടുത്തത് 30 meter ടുവാർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് 30 meter കൂടി നടന്നു. ഇതിങ്ങനെ തന്നെ എഴുതി വെച്ചു. കാര്യം മനസ്സിലായല്ലോ? ഇത് എഴുതിയാൽ യാതൊരു സംശയമില്ലല്ലോ ആർക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സമാനമായിട്ടുള്ള അല്ലെ, സെയിം ആയിട്ടുള്ള ഡയറക്ഷൻസ് ഇതിനകത്ത് ഉണ്ടോ നോക്കുക. സെയിം ആയിട്ട്, അല്ലെങ്കിൽ നോർത്ത് 30, നോർത്ത് 40, അങ്ങനെ സെയിം ആയിട്ടുള്ളതുണ്ടോ നോക്കുക. രണ്ടാമത് നോക്കേണ്ടത് എന്താണ്? ഓപ്പോസിറ്റ് ഉണ്ടോ നോക്കുക. ഓപ്പോസിറ്റ് എവിടെയാണ്? ഇപ്പൊ നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വരുന്നത് ഇതിനകത്തുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നോർത്തും സൗത്തും അല്ലെ? നോർത്തും സൗത്തും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ? സെയിം ആയിട്ടുള്ളതില്ല. നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണ്. ആ ഓപ്പോസിറ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡയറക്ഷൻസിന്റെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിന്റെ വാല്യൂസ് നോക്കുക അല്ലെ? എത്രയോ മീറ്റർ നടന്നു അല്ലെ എത്രയോ കിലോമീറ്റർ നടന്നു എന്ന് പറയല്ലോ. ആ വാല്യൂ കൃത്യമായിട്ട് നോക്കുക. ഇവിടെ 30 ആണ്, ഇവിടെയും 30 ആണ്. ഓക്കെ, ഇവിടെ തുല്യമായിട്ടുള്ള സെയിം ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, നോർത്ത് 30യും സൗത്ത് 30യും കൂടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലെ? സെയിം വാല്യൂ ആണ്. ഇനി സെയിം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? രണ്ട് വാല്യൂസ് തമ്മിൽ കുറയ്ക്കുക. കുറച്ചിട്ട് എന്താ ചെയ്യുക? ഏതാണോ വലിയ വാല്യൂ വന്നത്, രണ്ട് വാല്യൂ ഉണ്ടല്ലോ, അതിൽ ഏതാണോ വലുത് അതിന്റെ കൂടെയുള്ള ഡയറക്ഷന്റെ കൂടെ എഴുതുക. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ തുല്യ വാല്യൂ ആയതുകൊണ്ട്, സെയിം വാല്യൂ ആയതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നോർത്തും സൗത്തും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ബാക്കി എന്താണുള്ളത്? വെസ്റ്റിലേക്ക് 20 എന്നാണുള്ളത്. അതിനിലെ നമുക്ക് ഉത്തരം കിട്ടിയത് അല്ലെ? 20 meter വെസ്റ്റ് എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വിശദമായിട്ട് എഴുതിയത് കൊണ്ടൊക്കെ കുറച്ച് സമയം കൂടുതൽ എടുത്ത പോലെ തോന്നുമായിരിക്കും. പക്ഷേ നമ്മളൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ചോദ്യം വായിച്ച് തീരുന്നതിന് മുന്നേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഗൗരവ് സ്റ്റാർട്ടഡ് വാക്കിംഗ് 30 meter ടുവാർഡ്സ് നോർത്ത് അല്ലെ? നോർത്ത് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വേഗം നോക്കും എവിടെയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അല്ലെ? സൗത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. എത്രയാണ്? 30 meter. ഓക്കെ, 30 meter ഇവിടെയും വെട്ടി, 30 meter ഇവിടെയും വെട്ടി. ബാക്കി എത്രയുള്ള
വാക്ഡ് 20 മീറ്റർ ടുവാർഡ്സ് സൗത്ത്, അത് തന്നെ ടുവാർഡ്സ് വെസ്റ്റ്, അത് തന്നെ ഉത്തരം അല്ലേ? ഓപ്ഷൻ സി 20 മീറ്റർ വെസ്റ്റ് എന്ന് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു തീരുന്ന സമയം കൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. മനസ്സിലായോ? എളുപ്പമാണോ? മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, എളുപ്പമാണല്ലോ അല്ലെ? വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങളിലേക്ക് ഇങ്ങനെ ഷോർട്ട് ട്രിക്കിൽ കൂടെ എത്തുവാൻ സാധിക്കും. ഇങ്ങനെ സ്മാർട്ട് ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുമ്പം നമ്മുടെ സമയം, എക്സാമിന്റെ സമയം വളരെ കുറച്ച് കൊണ്ടുവന്നിട്ട് എന്താണ്, വളരെ പെട്ടെന്ന് കൃത്യസമയത്ത് തന്നെ എല്ലാ ചോദ്യങ്ങളും വൃത്തിയായിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കോൺഫിഡന്റ് ആയോ? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡന്റ് ആയോ? കോൺഫിഡൻസ് വന്നോ? ഓക്കെ 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 ആ ഒരു ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, നോർത്തിൽ 30 വന്നു, സൗത്തിലും 30 വന്നു അല്ലെ? നോർത്തും സൗത്തും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ചു, സെയിം വാല്യൂ അതുകൊണ്ട് കുറച്ചു, 30 കുറച്ച് 0 കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തത്. ഓക്കെ, നോർത്തും സൗത്തും ആണ് ഓപ്പോസിറ്റ്, ഈസ്റ്റും വെസ്റ്റും ആണ് മറ്റൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ്. ഓക്കെ, സെയിം ഡയറക്ഷൻസ് വന്നാലോ? ഓക്കെ, അത് പറയാം. നോർത്ത് 30, നോർത്ത് 40 എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? സെയിം ഡയറക്ഷൻസ് ആണെങ്കിൽ ആഡ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോർത്ത് 70 ആവും. ഇവിടുത്തെ 30യും ഇവിടുത്തെ 40യും കൂടി ചേർത്ത് 70 ആകും ഇതുള്ളത്. നോർത്ത് 30യും നോർത്ത് 40യും കൂടിയിട്ട്. മനസ്സിലായോ? വ്യക്തമാണല്ലോ? ഓക്കെ, ഇനി നോർത്ത് 40 സൗത്ത് 30 എന്നാണെങ്കിലോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. കുറയ്ക്കണം, വാല്യൂസ് തമ്മിൽ കുറയ്ക്കണം. 40യും 30യും തമ്മിൽ കുറച്ചു, എത്ര കിട്ടി? 10 കിട്ടി. ഇവിടെ നോർത്ത് അല്ലേ വലുത് അല്ലേ? 40 അല്ലേ വലുത്? 30ലും 40ലും 40 അല്ലേ വലുത്? അതുകൊണ്ട് ആ നോർത്ത് എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. നോർത്ത് 10 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, 2 കേസ് പറഞ്ഞതാണ്. നമുക്ക് ഇനിയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 കേസ് പറഞ്ഞതാണ്. മനസ്സിലായോ? ഓക്കെ 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 കമന്റ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്തു നോക്കാം. ഓക്കെ, അഭിജിത്ത് കംസ് ഔട്ട് ഓഫ് ഹിസ് ഹൗസ് ആൻഡ് റൺസ് 30 meters നോർത്ത് വെസ്റ്റ്. ഓക്കെ, ആഫ്റ്റർ ദിസ് he runs 30 meters south west. After this he runs 30 meters south east. After this he runs 30 meters north east. ഓക്കെ, ഒരു സെൻട്രൽ ലെവൽ ആയിട്ടുള്ള ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണിത്. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്കിലും ഒന്ന് ഡയഗ്രാം വരച്ചൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ട്രിക്ക് ഉപയോഗിച്ചൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അഭിജിത്ത് കംസ് ഔട്ട് ഓഫ് ഹിസ് ഹൗസ് ആൻഡ് റൺസ് 30 meters നോർത്ത് വെസ്റ്റ്. ഇങ്ങോട്ടല്ലേ? അല്ലേ? നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഇങ്ങോട്ടല്ലേ? ഓക്കെ, അതാണ് ഇവിടെ വരച്ചത്. 30 മീറ്റർ നോർത്ത് വെസ്റ്റിലേക്ക്. ഓക്കെ, ആഫ്റ്റർ ദിസ് ഹി റൺസ് 30 meters സൗത്ത് വെസ്റ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് അല്ലേ? സൗത്ത് വെസ്റ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ എങ്ങോട്ടേക്ക്? 30 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, ആഫ്റ്റർ ദിസ് ഹി റൺസ് 30 meters സൗത്ത് ഈസ്റ്റിലേക്ക് വീണ്ടും ഒരു 30 മീറ്റർ. സെറ്റ് ആണല്ലോ? ഓക്കെ, ബാക്കി നോക്കാം. ആഫ്റ്റർ ദിസ് ഹി റൺസ് 30 meter നോർത്ത് ഈസ്റ്റിലേക്ക് വീണ്ടും ഒരു 30 meters. ഓക്കെ, ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇവിടെ തന്നെ അവസാനിച്ചു. എന്താ ചോദ്യം? ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് ഹൗസ് അല്ലെ? എത്ര ദൂരെയാണ് അഭിജിത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എത്രയാണ്? അവിടെ തന്നെയാണ്, 0 meter ആണ് സഞ്ചരിച്ചത്. ഓക്കെ, ഇനി നമ്മുടെ ഷോർട്ട് ട്രിക്ക് കൂടി ചെയ്ത് നോക്കാം. എന്താണ്? നോർത്ത് വെസ്റ്റിലേക്ക് 30 meter. ഓക്കെ, അടുത്തത് 30 meters സൗത്ത് വെസ്റ്റിലേക്ക് 30 meter. അടുത്തത് 30 meters സൗത്ത് ഈസ്റ്റിലേക്ക് 30 meter. ആഫ്റ്റർ ദിസ് ഹി റൺസ് 30 meters നോർത്ത് ഈസ്റ്റിലേക്ക് 30 meter. ഓക്കെ, നോർത്ത് വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? സൗത്ത് ഈസ്റ്റ് ആണ്. വെട്ടി അല്ലെ? എല്ലാം ഈക്വൽ വാല്യൂസ് ആണ് അല്ലെ? വെട്ടി. നോർത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റും വെട്ടി. ഓക്കെ, സൗത്ത് വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? നോർത്ത് ഈസ്റ്റ് ആണ്. എല്ലാം വെട്ടിപ്പോയി. അതായത് എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെയാണ് ആരുള്ളത്? അഭിജിത്ത് ഉള്ളത്. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടില്ലേ? കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ദിശകളെ പറ്റി, ഡയറക്ഷനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. വളരെ പെട്ടെന്ന് കിട്ടില്ലേ? ഓക്കെ, 30 meters നോർത്ത് വെസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ വേഗം നോക്കും. എവിടെയാണ് സൗത്ത് ഈസ്റ്റ് എവിടെയുള്ളത് നോക്കൂ അല്ലെ? സൗത്ത് ഈസ്റ്റ് എവിടെയുള്ളത്? ഓക്കെ, സൗത്ത് ഈസ്റ്റ് എവിടെയുണ്ട്? 30 വെട്ടി, രണ്ടും വെട്ടി. ഓക്കെ, അടുത്ത് സൗത്ത് വെസ്റ്റ് 30 വെട്ടി, നോർത്ത് ഈസ്റ്റ് 30 വെട്ടി. ഓക്കെ, കൃത്യമായിട്ട് ചോദ്യം വായിച്ചു തീരുമ്പോഴേക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. മനസ്സിലായല്ലോ? വളരെ എളുപ്പമുള്ള കാര്യമാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക.
ഓക്കെ, നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇനി നിങ്ങൾക്ക് ഒട്ടും സമയം ഡയറക്ഷൻസിന് വേണ്ടിയിട്ട് കളയേണ്ടേ വരില്ല. എക്സാമിന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം എന്താണ്? ശ്യാം വാക്ഡ് 50 meter towards north. Okay, then walked 40 meter towards west. Then walked 90 meter towards south. In which direction and how long distance is she from? He ആണ് from the starting point. ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കണോ? ഇതും കൂടി ഒന്ന് വരച്ചു നോക്കാം അല്ലെ? ഒന്ന് വരച്ചു നോക്കാം. ചെറിയൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ശ്യാം വാക്ഡ് 50 meter towards നോർത്ത്. നോർത്തിലേക്ക് 50 മീറ്റർ നടന്നു. ആര്? ശ്യാം. ദെൻ വാക്ഡ് 40 meter towards വെസ്റ്റ്. വെസ്റ്റിലേക്ക് 40 മീറ്റർ കൂടി നടന്നു. സെറ്റ് ആണല്ലോ? ഓക്കെ, ദെൻ വാക്ഡ് 90 meter towards സൗത്ത്. സൗത്തിലേക്ക് 90 മീറ്റർ കൂടി നടന്നു. ഓക്കെ, ഈ 90ൽ ഇവിടം വരെ എത്രയാണ്? 50 ആണ് അല്ലെ? ഇവിടം വരെ 50 ആണ്. ഇവിടം വരെ 50 ആണ്. ബാക്കിയോ 40 ഉണ്ട് ഇവിടെ അല്ലെ? ഓക്കെ, ഇവിടെ എത്രയാ വരിക? 40 വരിക അല്ലെ? ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണ്, ഏത് ഡയറക്ഷനിലാണ് ശ്യാം ഇപ്പോൾ ഉള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് വരച്ചു നോക്കുക അല്ലെ? ഈ ഒരു ദൂരം, ഈ ഡയറക്ഷൻ ആണ് കിട്ടേണ്ടത് അല്ലെ? ഏതാണ് ഡയറക്ഷൻ? ഏതാണ്? സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് ആണല്ലോ. ഇവിടെ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? സൗത്ത് വെസ്റ്റ് ആണ്. അത് ആദ്യം നമുക്ക് കിട്ടി, സൗത്ത് വെസ്റ്റ് എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഒറ്റ സൗത്ത് വെസ്റ്റേ ഉള്ളൂ. അപ്പൊ തന്നെ ഉത്തരം കിട്ടി. എങ്കിൽ നമുക്ക് ആ ഒരു വാല്യൂം കൂടി കിട്ടണല്ലോ. എന്ത് ചെയ്യും? ഇതൊരു എന്താണ്? റൈറ്റ് ആംഗിൾ ആണല്ലേ? മട്ട ത്രികോണമാണ് അല്ലെ? റൈറ്റ് ആംഗിൾ ആണ്. ഒരു റൈറ്റ് ആംഗിളിന്റെ ഇത് ബേസ് ആണ്. ഇതെന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ? ഹൈപ്പോട്ടന്യൂസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കണം അല്ലെ? എച്ച് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ? ബേസ് സ്ക്വയർ പ്ലസ് എന്താണ്? പിന്നെ പെർപെൻഡിക്കുലർ സ്ക്വയർ എന്ന് നമ്മൾ പറയും. അങ്ങനെയാണ്. അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ടന്യൂസ് കിട്ടി അല്ലെ? കർണം കിട്ടി. മലയാളത്തിൽ കർണം ഹൈപ്പോട്ടന്യൂസ് പറയാം അല്ലെ? ഓക്കെ, നമുക്ക് അങ്ങനെ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. നോക്കാം നമുക്ക് എത്രയാണ് വരുന്നത്. ഇവിടെ 40 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. ഇവിടെ എത്ര കിട്ടുക? റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? 40 കിട്ടി. റൂട്ട് 2 അതുപോലെ തന്നെ എഴുതി. അതായത് റൂട്ട് 40 റൂട്ട് 2 സൗത്ത് വെസ്റ്റ് ആണ് നമ്മുടെ ഉത്തരം. മനസ്സിലായോ? എളുപ്പമല്ലേ? എളുപ്പമല്ലേ? ഓക്കെ, അത് കിട്ടി. ഇനി നമ്മൾ എങ്ങനെ നമ്മുടെ ഷോർട്ട് ട്രിക്ക് വെച്ച് ചെയ്യും? എങ്ങനെ ഷോർട്ട് ട്രിക്ക് വെച്ച് ചെയ്യും? അത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിയേ. 50 meter ടുവാർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് 50 മീറ്റർ നടന്നു കഴിഞ്ഞു ശ്യാം. ഓക്കെ, അടുത്തത് 40 meter ടുവാർഡ്സ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് 40 മീറ്റർ നടന്നു. ദെൻ വാക്ട് 90 meter ടുവാർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് 90 മീറ്റർ കൂടി നടന്നു അല്ലെ? സെയിം ആയിട്ടുള്ള ഏതെങ്കിലും ഡയറക്ഷൻസ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഓക്കെ, ഇനി എന്താ നോക്കേണ്ടത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ നോക്കണം അല്ലെ? നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ കുറയ്ക്കുകയാണ്. 50ഉം 90ഉം കൂടി കുറച്ചു. എത്ര കിട്ടി? സൗത്ത് 40 എന്ന് കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് സൗത്ത് എന്ന് എഴുതിയത്? സൗത്തിന്റെ കൂടെയുള്ള വാല്യൂ ആണ് വലുത്. 90 അല്ലേ വലുത്? അതുകൊണ്ടാണ് സൗത്ത് എന്ന് എഴുതിയത്. ബാക്കിയുള്ളത് എന്താണ്? വെസ്റ്റ് 40 എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കൂ, സൗത്തും വെസ്റ്റും ആണ് വന്നത് അല്ലെ? സെയിം അല്ല, ഓപ്പോസിറ്റ് അല്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പോൾ ഈ രണ്ട് വാല്യൂസിനെയും എന്ത് ചെയ്യണം? പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട്, പൈത്തഗോറസ് തിയറി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആ ഒരു വാല്യൂ കണ്ടെത്തണം. അങ്ങനെയാണ് നമ്മൾ h ഈക്വൽ ടു റൂട്ട് ഓഫ് 40 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ എന്ന് പറഞ്ഞ എത്രയാണ്? 40 റൂട്ട് 2 എന്ന് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എത്ര കിട്ടി? ഈ ഡയറക്ഷൻ കിട്ടിയല്ലോ, സൗത്ത് വെസ്റ്റ്. ഈ സൗത്ത് വെസ്റ്റ് അതാണ് ഇവിടെ നമുക്ക് സൗത്ത് വെസ്റ്റ് 40 റൂട്ട് 2 സൗത്ത് വെസ്റ്റ് എന്ന് ഉത്തരം കിട്ടുന്നത്. മനസ്സിലായോ? ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് സൗത്ത് വെസ്റ്റ് എന്ന് കിട്ടിയത്? ഇവിടെ നിങ്ങൾ നോക്കിയേ. in which direction and how long distance is he from the starting point? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഇത് സൗത്ത് വെസ്റ്റ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇനി ക്വസ്റ്റ്യൻ ഫ്രം ദ എൻഡിങ് പോയിന്റ്, എവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇവിടെ നിന്ന് നമുക്ക് ചിത്രത്തിനാണ് വേഗം കിട്ടും അല്ലെ? എന്താണ്? നോർത്ത് ഈസ്റ്റിലേക്ക്
40√2 മാറിയിട്ടാണ് എന്തുള്ളത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സൗത്ത് വെസ്റ്റ് എന്നല്ലേ കിട്ടുന്നത്. എങ്ങനെ നമ്മളിപ്പോ എൻഡിങ് പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യണം? ഇവിടെ സൗത്ത് വെസ്റ്റ് എന്നല്ലേ കിട്ടിയത്. 40√2 വാല്യൂ എന്തായാലും മാറില്ലല്ലോ. ആ 40√2 എഴുതിയതിനു ശേഷം സൗത്തിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? നോർത്ത്. ആ നോർത്ത് എഴുതി. ഓക്കെ, വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഈസ്റ്റ്. ഇപ്പൊ കിട്ടിയോ? 40√2 നോർത്ത് ഈസ്റ്റ് എന്ന് നമുക്ക് കൃത്യമായി കിട്ടും. എപ്പോൾ? എൻഡിങ് പോയിന്റിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, വളരെ എളുപ്പമല്ലേ? ഇനി ഡയഗ്രാം ഒന്നും വരയ്ക്കണ്ട. നമുക്ക് ആ കാൽക്കുലേഷൻ മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഡയറക്ഷനിൽ തന്നെയുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. എന്താണ്? ആംഗിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കൂ. അയാൾ എങ്ങോട്ടാണ് നോക്കുന്നത്? എ പേഴ്സൺ ഈസ് ഫേസിംഗ് ടുവാർഡ്സ് വെസ്റ്റ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക്, വെസ്റ്റിലേക്കാണ് അയാൾ നോക്കുന്നത്. Okay, he turns 90 degree in clockwise direction, then 270 degree in anti-clockwise direction, 180 degree in clockwise direction, 270 degree in clockwise direction. In which direction is he facing now? ഇപ്പോൾ അദ്ദേഹം എങ്ങോട്ടാണ് നോക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് വരച്ചൊന്ന് ചെയ്തു നോക്കാം. സാധാരണ ഈ ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ വരയ്ക്കാണല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ വരച്ചൊന്ന് ചെയ്തു നോക്കാം. എങ്ങോട്ടാണ്? A person is facing towards west. വെസ്റ്റിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ആദ്യമായിട്ട് അയാൾ നോക്കുന്നത്. ഓക്കെ, ഹി ടേൺസ് 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിഞ്ഞു അല്ലെ, ഇവിടേക്ക് അല്ലെ. രണ്ടാമത് ഇവിടെയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ദെൻ ഇത് വെസ്റ്റ് ആണ്. ഓക്കെ, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞു രണ്ടാമത്. ഓക്കെ, ദെൻ 270 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. ഇവിടെ 180 ആയി, ഇവിടെയാണ് എന്ത്? 270 ഡിഗ്രി വരുന്നത് അല്ലെ. 270 ഡിഗ്രി ഇവിടെ വരും. അതായത് മൂന്നാമത് അദ്ദേഹം നിൽക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. ഇങ്ങോട്ട് തിരിഞ്ഞ് പിന്നെ 270 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുമ്പോൾ എവിടെ എത്തി? 3-ലെത്തി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത് 180 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ സ്ഥാനത്ത് നിന്നും 180 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിയുമ്പോൾ എവിടെ എത്തി? നാലാമതായിട്ട് ഇവിടെ തന്നെ എത്തി. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ഇനി 270 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടുന്ന് 270 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുമ്പോൾ എവിടെ എത്തി? ഇവിടെ എത്തി അല്ലെ. ഇവിടെയാണ് എത്തിയത്, അഞ്ചാമത്തെ പൊസിഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ അദ്ദേഹം എങ്ങോട്ടാണ് നോക്കുന്നത്? ഇത് സൗത്ത് ആണല്ലേ. ഇത് വെസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് സൗത്ത് ആയിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ അദ്ദേഹം നോക്കുന്നത് സൗത്തിലേക്കാണ്. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഒരു എക്സാമിന് നമുക്ക് ഇങ്ങനെ വരച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ നേരമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പത്തിൽ ഷോർട്ട് ട്രിക്കിൽ കൂടെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. റെഡിയാണോ? നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ക്ലോക്ക് വൈസ് ഡിറക്ഷൻ തിരിയുന്ന എല്ലാ ടേൺസും എത്ര ആംഗിൾ ആണോ അത് കൂട്ടുക. ഓക്കെ, പ്ലസ് വെച്ചിട്ട് പിന്നെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെങ്കിലോ അതൊക്കെ മൈനസ് വെച്ച് ഡിനോട്ട് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം എങ്ങോട്ടാണെന്ന് ആദ്യം നമ്മൾ നോട്ട് ചെയ്ത് നോക്കുക. എവിടെയാണ്? വെസ്റ്റിലേക്കാണ് അദ്ദേഹം നോക്കുന്നത്. ഹി ടേൺസ് 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ +90 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ 270 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ -270 ഡിഗ്രി. ഓക്കെ, 180 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ +180 ഡിഗ്രി കൊടുത്തല്ലോ. ഓക്കെ, ദെൻ 270 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പ്ലസ് കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് അങ്ങ് കൂട്ടുക. നോക്കാം. -270 +270 പോയി അല്ലെ. 90 180 കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടി? 270 ഡിഗ്രി അല്ലെ. +270 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് +270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് -90 ഈക്വൽ ആയിട്ട് നമുക്ക് എടുക്കാം ടേൺസിൽ അല്ലെ. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം. ഇവിടെ ഇപ്പൊ വെസ്റ്റ് ആണല്ലോ, ഇത് വെസ്റ്റ് ആണല്ലോ, വേറെ തന്നെ വരയ്ക്കാം. ഓക്കെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഈ വെസ്റ്റിൽ നിന്ന് 270 ഡിഗ്രി തിരിഞ്ഞ എങ്ങോട്ടെത്തി? ഇത്രയും 180 ആയി, ഒരു 90 കൂടി തിരിഞ്ഞപ്പോൾ എവിടെ എത്തി? സൗത്ത് കിട്ടി. ആ സൗത്തിനല്ലേ നമുക്ക് ഉത്തരം കിട്ടിയത്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. +270 എന്ന് പറയുന്നത് -90 ഡിഗ്രി. നമ്മുടെ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. എന്താണ്? വെസ്റ്റിലേക്കാണ് നോക്കുന്നതെങ്കിൽ അവിടെ നിന്ന് -90 ഡിഗ്രി തിരിഞ്ഞാൽ എവിടെ എത്തി? അപ്പോഴും സൗത്തിലേക്ക് തന്നെ എത്തും. വ്യക്തമാണല്ലോ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ? ഓക്കെ,
ഓക്കെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ടേൺസിന്റെ കാര്യം കൂടി ഡയറക്ഷനിൽ പഠിച്ചു. അതും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാലോ അല്ലെ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും ചെയ്യാലോ അല്ലെ. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് പ്ലസ് അല്ലെ -270, അപ്പൊ തന്നെ 90 കുറച്ചു അവിടെ നിന്ന് അല്ലെ -180 ആയി, പിന്നെ ഒരു 180 കുറച്ചു, അപ്പൊ -180 + 180 കൂടി പോയി, 0 ആയി, ക്യാൻസൽ ആയി പോയി. ഓക്കെ, പിന്നീട് 270 ഡിഗ്രി ക്ലോക്ക് വൈസ് +270. ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാൻ സാധിക്കും അല്ലെ. കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. എളുപ്പാണല്ലോ. ഹാപ്പി ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ടൈപ്പിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ വരച്ച് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. എന്താണ്? 5 ഡാൻസേഴ്സ് ഓഫ് എ ഡാൻസ് ട്രൂപ്പ് ആർ സ്റ്റാൻഡിംഗ് ഓൺ എ സ്റ്റേജ് ഫേസിംഗ് നോർത്ത് അല്ലെ. എല്ലാവരും നോർത്തിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, രോഹിത് ഈസ് 30 meter to the right of Vikas. Soumya is standing 30 meter to the north of Vikas. Kaisen is Kaisen is standing 10 meter to the left of Soumya. Sanjay is standing to the south of Kaisen and left of Vikas. In which direction is Kaisen standing with respect to Rohit, and what is the shortest distance between them? ഇത് നമുക്ക് വരച്ച് തന്നെ നോക്കാം. ഓക്കെ, എന്താണ്? എല്ലാവരും നോർത്തിലേക്കാണ് നോക്കുന്നത് അല്ലെ. ഇപ്പൊ കുറച്ചുപേര് നോർത്തിലേക്കും കുറച്ചുപേര് സൗത്തിലേക്കും ആണെങ്കിൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും അല്ലെ. കുറച്ചുപേരുടെ റൈറ്റ് അല്ല, ബാക്കിയുള്ള നോർത്തിലേക്ക് നോക്കുന്നവരുടെ റൈറ്റ് അല്ല, സൗത്തിലേക്ക് നോക്കുന്നവരുടെ റൈറ്റ്, അങ്ങനെ കൺഫ്യൂഷൻ വന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഭാഗ്യം കിട്ടി. എന്താണ്? എല്ലാവരും നോർത്തിലേക്കാണ് നോക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, നോക്കാം. രോഹിത് ഈസ് 30 meter ടു ദ റൈറ്റ് ഓഫ് വികാസ്. വികാസിന്റെ 30 മീറ്റർ റൈറ്റിലേക്കാണ് ആരുള്ളത്? രോഹിത് ഉള്ളത്. ഓക്കെ, 30 മീറ്റർ റൈറ്റിലേക്ക്. ഓക്കെ. സൗമ്യ ഈസ് സ്റ്റാൻഡിംഗ് 30 മീറ്റർ ടു ദ നോർത്ത് ഓഫ് വികാസ്. സൗമ്യ എവിടെയാണ്? 30 മീറ്റർ എവിടെയാണ്? വികാസിന്റെ നോർത്തിലേക്കാണ്. കൈസൻ ഈസ് സ്റ്റാൻഡിംഗ് 10 മീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് സൗമ്യ. സൗമ്യയുടെ 10 മീറ്റർ ലെഫ്റ്റിലാണ് ആരുള്ളത്? കൈസൻ ഉള്ളത്. ഓക്കെ, കിട്ടിയല്ലോ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, സഞ്ജയ് ഈസ് സ്റ്റാൻഡിംഗ് ടു ദ സൗത്ത് ഓഫ് കൈസൻ. കൈസന്റെ സൗത്തിലും കൂടാതെ എന്താണ്? ലെഫ്റ്റ് ഓഫ് വികാസിലും. കൈസന്റെ സൗത്തിലും ലെഫ്റ്റ് ഓഫ് വികാസ് എന്ന് പറഞ്ഞ കൃത്യം ഇവിടെ ആയിരിക്കും അല്ലെ, ഇവിടെ ആയിരിക്കും. രണ്ടും കൂടി ചേരുന്ന ഈ ഒരു പോയിന്റിലായിരിക്കും ആരുണ്ടാവുക? സഞ്ജയ് ഉണ്ടാവുക അല്ലെ, സഞ്ജയ്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇൻ വാട്ട് ഡയറക്ഷൻ ഈസ് കൈസൻ സ്റ്റാൻഡിംഗ്? കൈസൻ സ്റ്റാൻഡിംഗ് വിത്ത് റെസ്പെക്ട് ടു രോഹിത്. ശ്രദ്ധിക്കണം, വിത്ത് റെസ്പെക്ട് ടു രോഹിത് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? ഇവിടെ 30, സ്വാഭാവികമായിട്ട് ഇവിടെ 10 ആയിരിക്കും അല്ലെ. ഇവിടെ 10 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ 10 ആയിരിക്കും. ഓക്കെ, ഇവിടെ 30 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ 30 ആയിരിക്കും അല്ലെ. അതായത് ഇവിടെ ഇത്രയും മൊത്തം 40 ആണ്, ഇവിടെ 30 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ കൈസനും രോഹിത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ 30 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഹൈപ്പർടെന്യൂസ് ആയിട്ട് വരുന്നത് അല്ലെ. ഇതൊരു റൈറ്റ് ആംഗിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതിന്റെ ബേസ് 40 ആണ്, പെർപെൻഡിക്കുലർ 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പർടെന്യൂസ് എത്രയായിരിക്കും? 50 ആയിരിക്കും. സംശയമുണ്ടോ? നിങ്ങൾ പൈതഗോറസ് സിദ്ധാന്തം വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കരുത്. കാരണം ഇതുപോലത്തെ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ട്രയാങ്കിൾ ട്രിപ്ലെറ്റ്സ് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം അല്ലെ. 3, 4, 5 അല്ലെ, അങ്ങനെയുള്ള ട്രയാങ്കിൾ ട്രിപ്ലെറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു റൈറ്റ് ആംഗിളിന്റെ ബേസ് 3 അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ 4 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ഹൈപ്പർടെന്യൂസ് എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലെ. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ആയിരിക്കും. അതേ ഒരു പിന്നെ ലോജിക്കാണ് ഇവിടെ കൊടുത്തത് അല്ലെ, 50. സംശയമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പൈതഗോറസ് തിയറി വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, കിട്ടുമല്ലോ. ഓക്കെ, എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇൻ വാട്ട് ഡയറക്ഷൻ ഈസ് കൈസൻ സ്റ്റാൻഡിംഗ് വിത്ത് റെസ്പെക്ട് ടു രോഹിത്? രോഹിത്തിനെ വെച്ച് നോക്കുമ്പോൾ കൈസൻ എവിടെയുള്ളത്? 50 മീറ്റർ നോർത്ത് വെസ്റ്റിലാണുള്ളത് അല്ലെ. നോർത്ത് വെസ്റ്റ് ആണ് ഈ ഡയറക്ഷൻ. നോർത്ത് വെസ്റ്റ് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് തരുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്ത് നോക്കാം. അടുത്തൊരു ചോദ്യം. ഓക്കെ, Z's house is 40 meter south to P's 45 meter south to P's house അല്ലെ. പിയുടെ വീടിന്റെ 45 മീറ്റർ സൗത്തിലാണ് ആരുള്ളത്? സെഡിന്റെ വീടുള്ളത്. മനസ്സിലായല്ലോ. ഓക്കെ, ജെസ് ഹൗസ് ഈസ് 50 മീറ്റർ സൗത്ത് ടു എച്ച് ഹൗസ്. ഇവിടെ ജെയിനെയും നമുക്കറിയില്ല, എച്ചിനെയും നമുക്കറിയില്ല. അപ്പൊ നമുക്കത് വിടാം. ഓക്കെ, നമുക്ക് അവസാനം നോക്കാം അത് ആരാന്നൊക്കെ. ഓക്കെ, അടുത്തത് ക്യൂസ് ഹൗസ് ഈസ് 30 മീറ്റർ വെസ്റ്റ് ടു സെഡ് ഹൗസ് അല്ലെ. സെഡിന്റെ വീടിന്റെ 30 മീറ്റർ മാറിയിട്ടാണ് ആരുള്ളത്? ക്യൂവിന്റെ വീടുള്ളത്. ഇവിടെ എത്രയായിരുന്നു? 45 മീറ്റർ. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ,
എംസ് ഹൗസ് ഈസ് 50 മീറ്റർ നോർത്ത് ടു പീസ് ഹൗസ്. എമ്മിന്റെ വീട് എവിടെയാണ്? 50 മീറ്റർ നോർത്തിലാണ്. ആരുടെ? പിയുടെ വീടിന്റെ. ഓക്കെ. എച്ച് ഹൗസ് ഈസ് 30 മീറ്റർ വെസ്റ്റ് ടു എംസ് ഹൗസ്. എച്ചിന്റെ വീട് എവിടെയാണ്? 30 മീറ്റർ മാറിയിട്ട് എമ്മിന്റെ വെസ്റ്റിലേക്ക് അല്ലെ? എച്ച് ഇവിടെയാണ്. ഓക്കെ. ഇനി നമ്മൾ ബാക്കി വെച്ച ഒരാളുണ്ട്. ആരാണ്? ഈ ജെസ് ഹൗസ് ഈസ് 50 മീറ്റർ സൗത്ത് ടു എച്ച് ഹൗസ് അല്ലെ? എച്ചിന്റെ 50 മീറ്റർ മാറിയിട്ടാണ് സൗത്തിലേക്കാണ് ആരുള്ളത്? ജെയുടെ വീടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻ വിച്ച് ഡിറക്ഷൻ ആൻഡ് അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഈസ് ജെസ് ഹൗസ് വിത്ത് റെഫറൻസ് ടു ക്യൂസ് ഹൗസ് അല്ലെ? ക്യൂവിന്റെ നിന്ന് എത്ര ദൂരം മാറി ഏത് ദിശയിലാണ്, ഏത് ഡയറക്ഷനിലാണ് ജെയുടെ വീടുള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എത്രയായി ഡിസ്റ്റൻസ് വരിക? ഇത്രയും 50 ആണ്. ഇവിടെ എത്രയായിരിക്കും? അപ്പം 45 ആണ് അല്ലെ? 45. ഇവിടെ 45 അല്ലേ? സ്വാഭാവികമായിട്ട് ഇവിടെയും 45 അല്ലെ? ഇത് കറക്റ്റ് ആണല്ലോ അല്ലെ വരുന്നത്? ഓക്കെ. 45 മീറ്റർ എങ്ങോട്ടാണ്? ഡിസ്റ്റൻസ് ഇസ് ജെസ് ഹൗസ് വിത്ത് റെഫറൻസ് ടു ക്യൂസ് ഹൗസ് ആണ് അല്ലെ? 45 മീറ്റർ നോർത്തിലേക്കാണ്. ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടുന്നുണ്ടല്ലോ അല്ലെ? വളരെ എളുപ്പമാണ്. നമുക്കൊന്ന് വരച്ചു നോക്കിയാൽ മതി അല്ലെ? ഓക്കെ കിട്ടും. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ എന്താണ് ഡയറക്ഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് സ്മാർട്ട് ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എല്ലാവരും ഇനി സമയം കുറയ്ക്കുമല്ലോ അല്ലെ? നമുക്ക് ഡയഗ്രാം ഒന്നും വരയ്ക്കേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള എല്ലാ വഴിയും നമ്മൾ കണ്ടു അല്ലെ? ഓക്കെ, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുവാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ റാങ്കിങ്ങുമായിട്ട് ബേസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ റോ ഓഫ് സ്റ്റുഡൻസ് ഗണേഷ് ഈസ് 7th ഫ്രം വൺ എക്സ്ട്രീം ഓക്കെ ആൻഡ് 11th ഫ്രം ദ അതർ. ഓക്കെ, ഒരു റോയിൽ, ഒരു വരിയില് ഗണേഷ് ഒരറ്റത്ത് നിന്ന് 7ാമതാണ്, മറ്റേ അറ്റത്ത് നിന്ന് 11ാമതാണ് എന്നുള്ളത്. ഓക്കെ, നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാണ് ഒരു വരി എന്ന് വിചാരിക്കുക. ഇതാണ് വരി. ഓക്കെ, ഗണേഷ് ഇവിടെയാണുള്ളത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ. ഓക്കെ, ഒരു എക്സ്ട്രീമെന്റ് ആണ്. ഓക്കെ, ഇവിടെ ഗണേഷ് എന്താണ്? ഒരു ഭാഗത്ത് നിന്ന് 7ാമതാണ് അല്ലെ? 7ാമതാണ് ഗണേഷ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? 7ാമതാണ് ഗണേഷ് നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, 7ാമതാണ് ഗണേഷ് നിൽക്കുന്നതെങ്കിൽ ഗണേഷിന്റെ മുന്നിൽ എത്ര പേരുണ്ടാവും? 6 പേരാ ഉണ്ടാവും അല്ലെ? 6 പേര് ഗണേഷിന്റെ മുന്നിലുണ്ട്. ഓക്കെ, 6 പേര് ഇപ്പുറത്തേക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് 7ാമനാണ് ആര്? ഗണേഷ് ഉള്ളത്. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? അപ്പുറത്തെ സൈഡിൽ നിന്നും 11ാമനാണ് ആര്? ഗണേഷ്. അപ്പുറത്തെ സൈഡിൽ നിന്നും 11ാമനാണ് ഗണേഷ് എങ്കിൽ ഗണേഷിന്റെ ഇപ്പുറത്തേക്ക് എത്ര പേരുണ്ടാവും? 10 പേരുണ്ടാവും അല്ലെ? നിങ്ങൾ നോക്കിയേ, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 7ാമതാണ് ഗണേഷ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 പേരുണ്ടാവും. ഇപ്പുറത്ത് നിന്നും 11ാമതാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 പേരുണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ 10 പേരുണ്ട്. നമ്മൾ എന്താ ചോദിച്ചത്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ റോ. ഓക്കെ, കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ എന്താ നമ്മൾ നോക്കണ്ടേ? ഇവിടുത്തെ 6 പ്ലസ് ഗണേഷ് പ്ലസ് 10, അതായത് 10ഉം 6 17 കിട്ടിയില്ലേ? 17 കിട്ടി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാനൊക്കെ നേരമുണ്ടോ? ഇല്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം അല്ലേ? ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഒരാളുടെ സ്ഥാനം, ഒരാളുടെ പൊസിഷൻ, ഓക്കെ, ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിൽ നിന്നും ഒരാളുടെ പൊസിഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അയാളുടെ ആ റോയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. 7 + 11 അല്ലെ? ആ 2 പൊസിഷൻ നമ്മൾ കൂട്ടുക. 7 + 11 എത്ര കിട്ടി? 18 കിട്ടി. അതിൽ നിന്ന് ഒന്നങ്ങ് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? 17 കിട്ടി. 17 അല്ലേ ഇവിടെ ഉത്തരം അല്ലേ? ഓക്കെ, ഒരാളുടെ പൊസിഷൻ 2 സ്ഥലത്ത് നിന്ന് തന്നു കഴിഞ്ഞാൽ ആ റോയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആ 2 പൊസിഷനും തമ്മിൽ കൂട്ടുക, അതിൽ നിന്ന് ഒന്നങ്ങ് കുറയ്ക്കുക. ഓക്കെ, 7ഉം 11ഉം കൂട്ടി 18 കിട്ടി. അതിൽ നിന്ന് ഒന്നങ്ങ് കുറച്ചു, 17 ആണ് നമ്മുടെ ഉത്തരം. എളുപ്പമല്ലേ? കിട്ടിയല്ലോ? ഓക്കെ, വെരി ഗുഡ്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? സുധീഷ് റാങ്ക്സ് 7th ഫ്രം ദ ടോപ്പ് അല്ലെ? ടോപ്പിൽ നിന്ന് 7th ആണ് ആര്? സുധീഷ്. ഓക്കെ, ആൻഡ് 28th ഫ്രം ദ ബോട്ടം. ബോട്ടത്തിൽ നിന്ന് എത്രയാണ്? 28ാമനാണ് അല്ലെ? 7ആണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ സുധീഷ്. ഓക്കെ, സുധീഷ്. ഇനി
താഴെ നോക്കുവാണെങ്കിലോ അപ്പോൾ 28-ാമനാണ് അല്ലെ, 28-ാമനാണ് എന്ന് പറഞ്ഞാൽ സുധീഷിന്റെ മുകളിലേക്ക് എത്ര പേരുണ്ട്? 6 പേരുണ്ട് അല്ലെ. സുധീഷ് താഴെ നിന്ന് 28-ാമനാണെങ്കിൽ സുധീഷിന്റെ താഴേക്ക് എത്ര പേരുണ്ട്? 27 പേരുണ്ട് അല്ലെ. 27 6 33 1 സുധീഷും കൂടി കൂട്ടിയിട്ട് എത്രയായി? 34 നമ്മുടെ ഉത്തരം അല്ലെ. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദ ക്ലാസ് എന്നല്ലേ ചോദിച്ചത്, അതായത് ടോട്ടൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 34 പേരാണ് അല്ലെ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ, നമ്മൾ ഇനി നമ്മുടെ ട്രിക്ക് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. 7th 28th അല്ലെ. 7ഉം 28ഉം കൂട്ടി എത്ര കിട്ടി? 35 കിട്ടി അല്ലെ. 35 കിട്ടി. ആ 35 ഒന്നങ്ങ് കുറച്ചു അല്ലെ. 7 + 28 35. ആ 35 ഒന്നങ്ങ് കുറച്ചു, എത്ര കിട്ടി? 34 കിട്ടി നമുക്ക് ഉത്തരം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഒന്നും നോക്കണ്ട, വരച്ചൊന്നും നോക്കണ്ട. എന്താണ്, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം. 2 പൊസിഷനും കൂടി കൂട്ടുക, അതിനുശേഷം അതിൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തൊരു മോഡൽ, ഇതേ ഒരു റാങ്കിങ്ങിൽ തന്നെ വരുന്ന അടുത്തൊരു മോഡൽ നമുക്ക് നോക്കാം. നോക്കൂ, വായിച്ചു നോക്കിയേ. ഇൻ എ റോ ഗൗരവ് ഈസ് 8th ഫ്രം ദ ഫ്രണ്ട്. ഫ്രണ്ടിൽ നിന്ന് 8th ആണ് ഗൗരവ്. ഓക്കെ, ആൻഡ് ശ്യാം ഈസ് 7th ഫ്രം ദ ബാക്ക്. ഈ സെയിം റോ തന്നെയാണ്. സെയിം റോയില് ഫ്രണ്ടിൽ നിന്ന് 8ാം സ്ഥാനത്താണ് ഗൗരവ് ഉള്ളത്. ശ്യാമോ പുറകിൽ നിന്ന് 7ാം സ്ഥാനത്താണ്. ഇഫ് ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ, അവരവരുടെ സ്ഥാനം മാറുകയാണെങ്കിൽ ഗൗരവ് ബിക്കംസ് 15th ഫ്രം ദ ഫ്രണ്ട്. ഗൗരവ് മുന്നിൽ നിന്ന് 15ാമനാകുന്നു. ഹൗ മെനി പീപ്പിൾസ് ആർ ദെയർ ഇൻ ദ റോ? ഓക്കെ, നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഗൗരവ് എന്താ പറഞ്ഞത്? ആദ്യം എന്താ പറഞ്ഞത്? ഫ്രണ്ടിൽ നിന്ന് 8ാമനാണ് ഗൗരവ് അല്ലെ. ഗൗരവ് ഈസ് 8th ഫ്രം ദ ഫ്രണ്ട് അല്ലെ. ഗൗരവയുടെ 8ാമനാണ് എന്ന് പറഞ്ഞാൽ ഗൗരവിന്റെ മുന്നിൽ എത്ര പേരുണ്ട്? 7 പേരുണ്ട് അല്ലെ. അതല്ലേ അർത്ഥം? ഓക്കെ, ഇനി ഇതേ സെയിം വരി തന്നെയാണ്. പക്ഷേ നമുക്ക് ശ്യാം ഇങ്ങോട്ട് കയറി പോകുമെന്ന് അറിയാത്തതുകൊണ്ട് ഒന്ന് താഴേക്ക് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ഈ സെയിം വരി തന്നെയാണ്. ഓക്കെ, വേറെ വരിയല്ല, സെയിം വരി തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് പിന്നെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മളൊന്ന് താഴ്ത്തി വരയ്ക്കുകയാണ്. ഓക്കെ, ആൻഡ് ശ്യാം ഈസ് 7th ഫ്രം ദ ബാക്ക്. ശ്യാം എവിടെയാണ്? ശ്യാം 7th ഫ്രം ദ ബാക്ക് അല്ലെ. പുറകിൽ നിന്ന് 7ാമനാണ് ശ്യാം എന്ന് പറഞ്ഞാൽ ശ്യാമിന്റെ പുറകിൽ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അതല്ലേ അർത്ഥം? ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇഫ് ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻസ്, ഇവര് സ്ഥാനം മാറുകയാണ്. അതായത് ഗൗരവ് നിൽക്കുന്നിടത്ത് ശ്യാം വന്നു, ശ്യാം നിൽക്കുന്നിടത്ത് ഗൗരവും വന്നു. ഓക്കെ, അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്? ഗൗരവ് ബിക്കംസ് 15th ഫ്രം ദ ഫ്രണ്ട്. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പം ഗൗരവ് മുന്നിൽ നിന്ന് 15ാമനായി. ഓക്കെ, ഗൗരവ് ഇവിടെ 15ാമനാണെങ്കിൽ ഗൗരവിന്റെ മുന്നിൽ എത്ര പേരുണ്ടാവും? 14 പേരുണ്ടാവും അല്ലെ. 14 പേരുണ്ടാവും, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഗൗരവ് 8ാമനാണ് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഗൗരവ് ഓക്കെ, അപ്പോൾ 7 പേര് ഗൗരവിന്റെ മുന്നിൽ ആദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ശ്യാം 7ാമനാണ്. ശ്യാം 7ാമനാകുമ്പോൾ ശ്യാമിന്റെ പുറകെ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. കാര്യം വ്യക്തമാണല്ലോ. ഓക്കെ, പിന്നെ അവർ സ്ഥാനം മാറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഗൗരവ് ഫ്രണ്ടിൽ നിന്ന് 15ാമനാവുന്നു. ഗൗരവ് ഫ്രണ്ടിൽ നിന്ന് 15ാമനാവുകയാണെങ്കിൽ ഗൗരവിന്റെ മുന്നിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 14 പേരുണ്ട് അല്ലേ. ഓക്കെ, ഹൗ മെനി പീപ്പിൾസ് ആർ ദെയർ ഇൻ ദ റോ? ഈ റോയില് എത്ര പേരുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നോക്കിയേ, 14ഉം 6ഉം 20. 20ഉം പിന്നെ ഗൗരവും കൂടി കൂട്ടുമ്പോൾ എത്രയായി? 21. കിട്ടിയോ? 21 കിട്ടിയോ? ഓക്കെ, ശ്യാമതിന്റെ ഇടയ്ക്ക് എവിടെയോ ഉണ്ട്. ഓക്കെ, ശ്യാമതിന്റെ ഈ വരിയിൽ തന്നെ എവിടെയോ ഉണ്ട്. പക്ഷെ നമുക്ക് അതല്ല അറിയേണ്ടത്. എന്താണ്? ഈ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടി എത്ര? 21 കിട്ടി. സംശയമൊന്നുമില്ലല്ലോ, വ്യക്തമായിട്ടുണ്ടല്ലോ. ഓക്കെ, വ്യക്തമാണ്. ഇനി നമ്മൾ എങ്ങനെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചിരിക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിലുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇന്നേറോ ഗൗരവ് ഈസ് 8th ഫ്രം ദ ഫ്രണ്ട് അല്ലെ. ഗൗരവ് ആദ്യം 8ാം സ്ഥാനത്താണ് ഫ്രണ്ടിൽ നിന്ന്. ശ്യാം 7ാം സ്ഥാനത്താണ്. പിന്നെ ഒരു സ്ഥാനം മാറിയപ്പം ഗൗരവ് 15ാമനായി അല്ലെ. 15ാമനായി ഫ്രണ്ടിൽ നിന്ന്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ആരുടെ കാര്യമാണോ 2 തവണ പറയുന്നത്, ശ്രദ്ധിക്കുക. ആരുടെ കാര്യമാണോ 2 തവണ പറയുന്നത് അയാളുടെ 2ാമത്തെ പൊസിഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, 15. ഓക്കെ, പിന്നെ ആരുടെ കാര്യമാണോ ഒറ്റത്തവണ പറഞ്ഞത്, ആരുടെയാ? ശ്യാമിന്റെ അല്ലേ. ആ പൊസിഷൻ നോക്കുക, 7 അല്ലെ. അത് തമ്മിൽ കൂട്ടുക. 15 7 22. അതിൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക.
എത്ര കിട്ടി? 21 കിട്ടി. മനസ്സിലായോ? എളുപ്പവഴി. ആരുടെ കാര്യമാണോ 2 തവണ പറഞ്ഞത്, ഇതേ മോഡൽ ക്വസ്റ്റൻ ആണെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. എളുപ്പവഴി, ആരുടെ കാര്യമാണോ 2 തവണ പറഞ്ഞത് അയാളുടെ രണ്ടാമത്തെ പൊസിഷനും ആരുടെ കാര്യമാണോ 1 തവണ പറഞ്ഞത് അയാളുടെ പൊസിഷനും തമ്മിൽ കൂട്ടുക. അതിനുശേഷം അതിൽ നിന്ന് 1 അങ്ങ് കുറയ്ക്കുക. ഉത്തരം കിട്ടി. ഓപ്ഷൻ സി ആണ്, 21 ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. വേഗം ചെയ്യൂ. 2 സെക്കൻഡ് സമയം. പെട്ടെന്ന് കിട്ടുമല്ലോ. നമ്മൾ എളുപ്പവഴിയൊക്കെ പഠിച്ചില്ലേ? ഓക്കെ, കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കൂ. In a row, Sushma is 18th from the front and Shyam is 10th from the back. Okay, if they interchange their positions, Sushma becomes 25th from the front. How many pupils are there in the row? Okay, ഇവിടെ ആരുടെ കാര്യമാണ് 2 തവണ പറഞ്ഞത്? ആരുടെ കാര്യം പറഞ്ഞു? ഇവിടെ സുഷമയുടെ കാര്യം പറഞ്ഞു, ഇവിടെയും സുഷമയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, അങ്ങനെ 2 തവണ പറഞ്ഞത് സുഷമയുടെ കാര്യമാണ്. അതുകൊണ്ട് 2 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞ പൊസിഷൻ നമ്മൾ എടുക്കുന്നു, 25 എടുത്തു. ഓക്കെ, പ്ലസ് ആരുടെ കാര്യമാണ് 1 തവണ പറഞ്ഞത്? 1 തവണ പറഞ്ഞത് ശ്യാമിന്റെ കാര്യമാണ്. ആ ശ്യാമിന്റെ ആ ഒരു പൊസിഷൻ നമ്മൾ എടുത്തു. എത്രയാണ്? 10 ആണ്. 25 10 35. അതിൽ നിന്ന് 1 അങ്ങ് കുറച്ചു, 34 കിട്ടി. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ? എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വരച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സുഷ്മ ഈസ് 18th ഫ്രം ദ ഫ്രണ്ട്. ഇതാണ് ഫ്രണ്ട് എങ്കിൽ അതിൽ നിന്ന് 18ാമതാണ് ആരുള്ളത്? സുഷമ നിൽക്കുന്നത്. ഓക്കെ, സുഷമ നിൽക്കുന്നത് എവിടെയാണ്? 18ാമതാണ്. അങ്ങനെയാണെങ്കിൽ സുഷമയുടെ പുറകിൽ എത്ര പേരുണ്ട്? 17 പേരുണ്ട് അല്ലെ? 17 പേരുണ്ട്. അതല്ലേ അതിനർത്ഥം? ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ശ്യാം ഈസ് 10th ഫ്രം ദ ബാക്ക്. ശ്യാം എവിടെയാണ്? പുറകിൽ നിന്ന് എത്രയാണ്? 10ാമതാണ് അല്ലെ? 10ാമതാണ്. അതിനർത്ഥം ശ്യാമിന്റെ പുറകില് എത്ര പേരുണ്ട്? 9 പേരുണ്ട് അല്ലെ? ശ്യാമിന്റെ പുറകിൽ 9 പേരുണ്ട്. ഇഫ് ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ, സുഷമ മാറിയിട്ട് ഇവിടെ ശ്യാം വന്നു, മാറിയിട്ട് ഇവിടെ സുഷമ വന്നു. അപ്പോഴെന്താ പറഞ്ഞത്? സുഷമ ബിക്കംസ് 25th ഫ്രം ദ ഫ്രണ്ട്. സുഷമ മുന്നിൽ നിന്നും 25ാമതാകുന്നു. അതിനർത്ഥം സുഷമയുടെ മുന്നിൽ എത്ര പേരുണ്ട്? 24 പേരുണ്ട് അല്ലെ? ഓക്കെ, ഇവിടെ 24 പ്ലസ് സുഷമ 1 പ്ലസ് ഇവിടുത്തെ 9 പേര്, സുഷമയുടെ പുറകിലുള്ള 9 പേര്. എത്ര കിട്ടി? 24 25 9 34 എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലെ? 34 ഓപ്ഷൻ എ കിട്ടിയല്ലോ. എളുപ്പവഴി മനസ്സിലായല്ലോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, വെരി ഗുഡ്. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ എ ക്ലാസ് രാജൻ ഗോട്ട് 11th റാങ്ക് ആൻഡ് ഹി വാസ് 31st ഫ്രം ദ ബോട്ടം. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഓഫ് ദ ലിസ്റ്റ് ഓഫ് ബോയ്സ് പാസ്ഡ് അല്ലെ? പാസ്സായ ബോയ്സിന്റെ ലിസ്റ്റില് രാജൻ 11th റാങ്ക് ആണ്. കൂടാതെ പുറകിൽ നിന്ന് 31ാമത്തെ ആളുമാണ്. ഓക്കെ, 3 boys did not take the examination and 1 failed. 3 പേര് പരീക്ഷ എഴുതിയിട്ടില്ല, ഒരാൾ തോക്കുകയും ചെയ്തു. വാട്ട് ഈസ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ക്ലാസ് എന്നാണ് ചോദിച്ചത് അല്ലെ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ലിസ്റ്റ് എന്തിന്റെ ലിസ്റ്റ് ആണ്? പാസ്സായ ബോയ്സിന്റെ ലിസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റിൽ ആകെ എത്ര പേരുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാലോ. നിങ്ങൾ നോക്കിയേ, 11th ഫ്രം ദ ടോപ്പ് ആണ് ആര്? രാജൻ. ആൻഡ് ബോട്ടത്തിൽ എത്രയാണ്? 31st ആണ്. ഓക്കെ, അങ്ങനെ ഒരാളുടെ സ്ഥാനം 2 സ്ഥലത്ത് നിന്നും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ആ ലിസ്റ്റിൽ ആ റോയിൽ എത്ര പേരുണ്ടെന്ന്? 2ഉം കൂടി കൂട്ടിയിട്ട് 1 കുറയ്ക്കാം. നമ്മൾ ചെയ്തതല്ലേ? ഓക്കെ, 2ഉം കൂടി കൂട്ടിയിട്ട് 1 കുറയ്ക്കുന്നു. 11ഉം 31ഉം കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടും? നമുക്ക് 42 എന്ന് കിട്ടും. അതിൽ നിന്ന് 1 കുറച്ച് 41 പേരാണ് ബോയ്സ് പാസ്സായവരുടെ ലിസ്റ്റ് ഉള്ളത് അല്ലെ? ബോയ്സ് പാസ്സായിട്ടുള്ളത് അല്ലെ? പാസ്സായിട്ടുള്ള ബോയ്സ് 41 പേരാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 41 ബോയ്സ് കൂടാതെ 3 പേര് പരീക്ഷ എഴുതിയിട്ടില്ല. 3 പേര് എഴുതിയിട്ടില്ല. ഓക്കെ, 41 പ്ലസ് 3 എഴുതാത്ത 3 പേര് പ്ലസ് ഒരാൾ തോൽക്കുകയും ചെയ്തു, ഒരാൾ ഫെയിലായി, അതും കൂടി കൂട്ടി. ഓക്കെ, 41ഉം 4ഉം എത്ര കിട്ടി? 45 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, വളരെ എളുപ്പമാണ്. നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ തന്നെ കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയല്ലോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇൻ ആൻ എക്സാമിനേഷൻ രാഹുൽ ഗോട്ട് 11th റാങ്ക് ആൻഡ് ഹി വാസ് 47th ഫ്രം ദ ബോട്ടം അല്ലെ? ഒരു പരീക്ഷയ്ക്ക് രാഹുലിന് 11ാം റാങ്ക് ആണ് കിട്ടിയത്, 47ാമതാണ് പുറകിൽ നിന്നും അദ്ദേഹം. ഓക്കെ, എമംഗ് ദോസ് ഹു പാസ്ഡ് അല്ലെ? പാസ്സായവരുടെ ലിസ്റ്റിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, 3 സ്റ്റുഡൻസ് പിന്നെ അപ്പിയർ ചെയ്തിട്ടില്ല എക്സാമിന്. ഓക്കെ, ആൻഡ് 1 ഫെയിൽഡ്.
ഓക്കെ, നമുക്ക് നോക്കാം. 11 രാഹുലിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 11 ആണ്, പുറകിൽ നിന്ന് 47 ആണ് അല്ലെ. 11 + 47 1 കുറയ്ക്കണം അല്ലെ. ഒരാളുടെ സ്ഥാനം രണ്ട് സ്ഥലത്തു നിന്നും തന്നു കഴിഞ്ഞാൽ, ഒരു വരിയിൽ ഒരാളുടെ സ്ഥാനം രണ്ട് സ്ഥലത്തു നിന്നും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ വരിയിൽ ആകെ എത്ര വരുന്നത് കണ്ടുപിടിക്കുക? രണ്ട് സ്ഥാനവും കൂടി കൂട്ടിയിട്ട് ഒന്നങ്ങ് കുറച്ചാൽ മതി, എളുപ്പമാണ്. ഓക്കെ, 58 - 1 57 എന്ന് കിട്ടും അല്ലെ. 58 - 1 57 കിട്ടി. ഓക്കെ, ഈ 57നോട് 3 പേര് പരീക്ഷ എഴുതിയിട്ടില്ല. ഓക്കെ, 3 പേര് പരീക്ഷ എഴുതിയിട്ടില്ല, പിന്നെ ഒരാള് തോൽക്കുകയും ചെയ്തു അല്ലെ. 57 + 4 എത്ര കിട്ടി? 61 എന്ന് കിട്ടി. 61 കിട്ടി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഓക്കെ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ വരച്ചൊന്നും നോക്കാതെ വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അങ്ങനെ ഡയറക്ഷൻസുമായി ബന്ധപ്പെട്ടും റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ ചോദ്യം വായിച്ച് തീരുന്ന സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഉത്തരങ്ങളിലേക്ക് എത്താമെന്ന് നമ്മൾ കൃത്യമായി നോക്കി. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഓക്കെ, വളരെ പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചോദ്യം വായിച്ച് തീരുമ്പോഴേക്കും ഉത്തരത്തിലേക്ക് എഴുതിപ്പോലും നോക്കാണ്ട്, റഫായിട്ടൊന്ന് ചെറുതായി ജസ്റ്റ് ഒന്ന് എഴുതിപ്പോലും നോക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള വഴികളൊക്കെ തുറന്നു വരും. അത് നമുക്ക് പ്രാക്ടീസിൽ കൂടെ മാത്രമേ നമുക്കത് കൈവല്യം സ്വായത്തമാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത്ര മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു സെക്ഷനുമായിട്ട് റീസണിങ്ങിന്റെ ഒരുപാട് ട്രിക്കുകളും ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് ഒരുപാട് ട്രിക്കായിട്ട് വളരെ സ്മാർട്ടായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരുപാട് വഴികളുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.